മാംസം ഭക്ഷിക്കുന്ന രോഗം അല്ലെങ്കിൽ ഫ്ലഷ് ഈറ്റിംഗ് ഡിസീസ് എന്നറിയപ്പെടുന്ന ഒരു രോഗമാണ് നെക്രോസൈറ്റിംഗ് ഫാസിയൈറ്റിസ്. വളരെ അപൂർവവും എന്നാൽ അപകടകരവുമായ ഒരു ബാക്ടീരിയൽ അണുബാധയാണിത്. സാധാരണയായി ചർമ്മത്തിലുണ്ടാകുന്ന അണുബാധകളിൽ നിന്ന് വ്യത്യസ്തമായി നെക്രോസൈറ്റിംഗ് ഫാസിയൈറ്റിസ് വളരെ വേഗത്തിൽ പടരുകയും മറ്റു ആരോഗ്യകരമായ ടിഷ്യൂകളെയും നശിപ്പിച്ച് രോഗം ഗുരുതരാവസ്ഥയിലാക്കുകയും ചെയ്യുന്നു. സാധാരണയായി കൈകാലുകളിലെ ചർമ്മത്തിലെ ഓരോ ലെയറുകൾ, ഫാറ്റി ടിഷ്യൂ, പേശികൾ, ഞരമ്പുകൾ, രക്തക്കുഴലുകൾ, പേശിയെ ചുറ്റിപ്പറ്റിയുള്ള കണക്റ്റീവ് ടിഷ്യൂ ആയ ഫാസിയ എന്നിവയെ വേഗത്തിൽ നശിപ്പിച്ച് നിർജീവമാക്കുകയും പിന്നീട് ആ ഭാഗങ്ങൾ ചീഞ്ഞളിഞ്ഞ് ജീർണിക്കുന്നതുമായ ഒരു ഭയാനകമായ രോഗാവസ്ഥയാണിത്. പലതരത്തിലുള്ള ബാക്ടീരിയകൾ ഈ രോഗമുണ്ടാക്കാം. എന്നാൽ ഏറ്റവും സാധാരണമായവ ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസും ക്ലോസ്ട്രീഡിയം പെർഫിംഗസുമാണ്. ഗ്രൂപ്പ് എ ടൈപ്പ് സാധാരണയായി തൊണ്ടയിലെയും മുഖത്തെയും ഉപരിതലത്തിലെ രോഗവുമായി ബന്ധപ്പെട്ടവയാണ്. എന്നാൽ അപൂർവ സന്ദർഭങ്ങളിൽ ഇത് ചർമ്മത്തിന്റെ ആഴത്തിലും ബാധിക്കാം. അതേസമയം ക്ലോസ്ട്രീഡിയം മണ്ണിലും കുടലിലും കാണപ്പെടുന്ന ഒരു അനേറോബിക് ബാക്ടീരിയയാണ്. ശസ്ത്രക്രിയയ്ക്കും ആഘാതപരമായ പരിക്കുകൾക്കും ശേഷം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഗുരുതരമായ രോഗാവസ്ഥയായ ഗ്യാൻഗ്രീനിലൂടെയും മുറിവുകളിലൂടെയുമാണ് പ്രധാനമായും ഈ അണുബാധ ഉണ്ടാകുന്നത്. എന്നാൽ നിസ്സാരമായി ശരീരത്തിൽ ചൊറിയുമ്പോൾ ഉണ്ടാകുന്ന മുറിവുകൾ മുതൽ പൊള്ളലും മറ്റു പ്രാണികളുടെ കടി ഏൽക്കുമ്പോൾ മൂലം ഉണ്ടാകുന്ന മുറിവുകളിലൂടെ പോലും ഈ അണുബാധ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇങ്ങനെ ബാക്ടീരിയകൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ ഉടൻ തന്നെ കോശങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലുള്ള വിഷവസ്തുക്കൾ പുറപ്പെടുവിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഇത് ചുറ്റാകെയുള്ള ആരോഗ്യകരമായ കോശങ്ങളെ പോലും പെട്ടെന്ന് നശിപ്പിക്കുകയും ചെയ്യുന്നു. പ്രധാനമായും ഇവ ലക്ഷ്യമിടുന്നത് പേശികൾക്കും ത്വക്കിനും ഇടയിലുള്ള കണക്റ്റീവ് ടിഷ്യൂ ആയ ഫേസിയൽ പ്ലെയിനിനെയാണ്. ഈ ഭാഗത്തെ പരിമിതമായ രക്തയോട്ടം കാരണം WBCക്ക് കാര്യക്ഷമമായി പ്രതിരോധം നടത്താനുള്ള സാഹചര്യം തടസ്സപ്പെടുകയും ഇൻഫെക്ഷൻ വളരെ പെട്ടെന്ന് തന്നെ വ്യാപിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ തുടർന്ന് ഒരു നിശ്ചിത കാലം കഴിയുമ്പോഴാകും ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക. പ്രധാനമായും ഇൻഫെക്ഷൻ ബാധിക്കുന്ന ഭാഗത്ത് തീവ്രമായ വേദനയുണ്ടാകും, ചർമ്മം ചുവക്കുകയും വീങ്ങുകയും ചെയ്യുന്നു. ഇത് വളരെ പെട്ടെന്ന് വഷളാകുകയും പനി പോലുള്ള ലക്ഷണങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും വേഗം തന്നെ വൈദ്യസഹായം തേടുന്നതാണ് ഉചിതമായ കാര്യം. സമയം വൈകുന്തോറും ഇൻഫെക്ഷൻ വളരെ പെട്ടെന്ന് ശരീരത്തിന്റെ ഉള്ളിലേക്ക് പടരുകയും ജീവൻ രക്ഷിക്കാനുള്ള സാധ്യത വളരെയധികം കുറയുകയും ചെയ്യുന്നു. ഇത്തരം രോഗങ്ങൾ ബാധിച്ച് ചികിത്സ വൈകിയാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മരണം വരെ സംഭവിക്കാം. ഇത് ഏതുതരം ബാക്ടീരിയയാണ് എന്നതിനനുസരിച്ചും ബാധിച്ച ശരീരഭാഗം, രോഗിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യം തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ച് മരണപ്പെടാനുള്ള സാധ്യത 20 മുതൽ 80% വരെയാണ്. പലതരത്തിലുള്ള ശക്തിയേറിയ ഇൻട്രാവീനസ് ആന്റിബയോട്ടിക്കുകളുടെ കോമ്പിനേഷനുകളാണ് രോഗിക്ക് പ്രാഥമികമായി നൽകുന്നത്. തുടർന്ന് രോഗം ബാധിച്ചതും ജീർണിച്ചതുമായ എല്ലാ ഭാഗങ്ങളെയും ശരീരത്തിൽ നിന്നും ഡീബ്രൈഡ്മെന്റ് എന്ന ശസ്ത്രക്രിയ വഴി നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ സീരിയസ് ഇൻഫെക്ഷൻ ആണെങ്കിൽ അവയവം പൂർണ്ണമായി നീക്കം ചെയ്യുന്നതുമാണ്. കൈകാലുകളിലാണ് ഇവ അധികമായി ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആംപ്യൂട്ടേഷനിലൂടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിയുന്നു. ഇനി ഇതിന്റെ ചരിത്രത്തെ പറ്റി നോക്കാം. കൃത്യമായ ഉത്ഭവം വ്യക്തമല്ലെങ്കിലും നൂറ്റാണ്ടുകളായി ഇത് മനുഷ്യരെ ബാധിക്കുന്നുണ്ട് എന്നതിന് തെളിവുകളുണ്ട്. ദ്രുതഗതിയിലുള്ള മാംസം ക്ഷയിക്കുന്ന സമാനമായ അവസ്ഥകളുടെ വിവരണങ്ങൾ പുരാതന ഈജിപ്ഷ്യൻ വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളിലും മറ്റും നമുക്ക് കാണാൻ കഴിയും. അതേസമയം BC 1-ാം നൂറ്റാണ്ടിൽ ജൂഡിയെ ഭരിച്ചിരുന്ന കിങ് ഹെറോഡ് ദ ഗ്രേറ്റിനും ഈ രോഗം ബാധിച്ചിട്ടുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നു. നെക്രോട്ടൈസിംഗ് ഫാസിയൈറ്റിസ് ലോകത്തിലെ എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു രോഗമാണ്. മിക്ക രാജ്യങ്ങളിലും 1,00,000-ൽ താഴെ ആളുകൾക്ക് മാത്രമേ ഇത് വരികയുള്ളൂ. എന്നാൽ USA, തായ്വാൻ, തായ്ലാൻഡ് പോലുള്ള രാജ്യങ്ങളിൽ 1,00,000-ൽ കൂടുതൽ ആളുകൾക്ക് ഈ രോഗം കണ്ടുവരുന്നു. അതേസമയം ഇന്ത്യയിൽ ഇത് 0.3 മുതൽ 15 പേർക്കാണ് കണ്ടുവരുന്നത്. പ്രധാനമായും പ്രമേഹം, HIV, AIDS പോലുള്ള രോഗങ്ങൾ മൂലമോ ദീർഘകാല സ്റ്റിറോയിഡ് ഉപയോഗം മൂലമോ പ്രതിരോധശേഷി കുറയുന്നവർക്കാണ് രോഗം വരാനുള്ള സാധ്യത കൂടുതലായുള്ളത്. സമാനമായി ശരീരം ജീർണിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ക്രോണിക് വേസ്റ്റ് ഡിസീസ്. എന്നാൽ ഇത് മാൻ കുടുംബത്തിലുള്ളവയ്ക്കാണ് പ്രധാനമായി കണ്ടുവരുന്നത്.